ഹായ് ആൾ, വെൽക്കം ടു ലൈഫ് സയൻസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫ് സയൻസിൻ്റെ അല്ലെങ്കിൽ ബയോളജിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡെവലപ്മെൻ്റൽ ബയോളജി. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡെവലപ്മെൻ്റൽ ബയോളജി. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ നോക്കുന്നത് ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ഓക്കെ, ഇതിൽ വളരെ ബേസിക് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഡെവലപ്മെൻ്റൽ ബയോളജി, അതിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ഡെവലപ്മെന്റ്? അല്ലെ, നമ്മൾ എപ്പോഴും കേൾക്കാനുള്ള ഒരു വാക്കാണ് എന്താണ് ഡെവലപ്മെന്റ്. വാട്ട് ഈസ് ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടിന്യൂസ്. ഓക്കെ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എന്താ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ? ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനനത്തിന് മുന്നേ തന്നെ ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്നത് മുതൽ അവസാനം വരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? കാരണം നമ്മൾ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ സെല്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ ഹെയർസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് പുതിയ പുതിയ നഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇതൊക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. ഓക്കെ, ഒരിക്കലും നിൽക്കുന്നില്ല. നമ്മൾ മരണം വരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആണ് ആൻഡ് സ്ലോ പ്രോസസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് സ്ലോ പ്രോസസ്? സ്ലോ പ്രോസസ് പറഞ്ഞാൽ എന്താ? പതുക്കെ നടക്കുന്ന പ്രോസസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് സ്ലോ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ചേഞ്ച് ഓഫ് ആൻ ഓർഗാനിസം. ഓക്കെ, ഒരു ജീവിക്ക് ഉണ്ടാകുന്ന, ഒരു ഓർഗാനിസത്തിന് ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രസീവ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഈ പുതിയ പുതിയ മാറ്റങ്ങളെ, അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? സോ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആണ് ആൻഡ് സ്ലോ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ചേഞ്ച് ഓഫ് ആൻ ഓർഗാനിസം. ഓക്കെ, ഒരു ഓർഗാനിസത്തിന് ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഒരു സ്ലോ ചേഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ്. ഓക്കെ, ഏതൊരാളും നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന അനിമൽ ഡെവലപ്മെന്റ് ആണ്. സോ അനിമൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അനിമൽ ഡെവലപ്മെന്റിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ ഏതാണെന്ന് നോക്കുന്നത്. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫെർട്ടിലൈസേഷൻ. എന്താ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്പേമും മെയിൽസിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മെയിൽ പാർട്ണറിൽ നിന്ന് വരുന്ന സ്പേമും ഫീമെയിലിന്റെ ഓവും പാടെ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസിന്റെ പേരാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്ലീവേജ്. ഓക്കെ, നമ്മൾ ഓരോന്ന് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ, അത് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്കാണ് നമ്മൾ സ്റ്റെപ്പുകൾ പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് എന്ത്? ക്ലീവേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. ദെൻ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ സെല്ലുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ബ്ലാസ്റ്റുലേഷൻ എന്ന് പറയും. എന്താന്നുള്ളത് പറയാം, പേടിക്കണ്ട, ജസ്റ്റ് കേൾക്കാട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം ടേമുകൾ മാത്രം പഠിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഫെർട്ടിലൈസേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ക്ലീവേജ്, ദെൻ തേർഡ് സ്റ്റെപ്പ് ബ്ലാസ്റ്റുലേഷൻ, അത് കഴിഞ്ഞാൽ സ്റ്റെപ്പിന്റെ പേരാണെന്ത്? ഗ്യാസ്ട്രുലേഷൻ. ദെൻ അത് കഴിഞ്ഞാലുള്ള സ്റ്റെപ്പിന്റെ പേരാണ് ഓർഗനോജെനസിസ്. ഓർഗനോജെനസിസ് പറഞ്ഞാൽ ഓർഗൻസ് ഉണ്ടാകുന്ന എന്താ പറയുക ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നമ്മൾ പറയുന്ന പേരാണ് ഓർഗനോജെനസിസ് എന്ന് പറയുന്നത്. റൈറ്റ്. ദെൻ അടുത്ത സ്റ്റെപ്പാണ് ഹാച്ചിങ് ഓർ ബെർത്ത് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പാണ് മെറ്റമോർഫോസിസ് എന്ന് പറയും. ദെൻ അടുത്ത സ്റ്റെപ്പാണ് ഗമറ്റോജെനിസിസ് എന്ന് പറയും. ദെൻ ഗമറ്റോജെനിസിസ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എങ്ങോട്ട് പോകും? ഫെർട്ടിലൈസേഷനിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഫെർട്ടിലൈസേഷൻ കഴിയുന്നു. ദെൻ അത് കഴിഞ്ഞാൽ ക്ലീവേജ്, ബ്ലാസ്റ്റുലേഷൻ, ഗ്യാസ്ട്രുലേഷൻ, ഓർഗനോജെനിസിസ്, ഹാച്ചിങ് അല്ലെങ്കിൽ ബെർത്ത്, ദെൻ അത് കഴിഞ്ഞാൽ മെറ്റമോർഫോസിസ്, അത് കഴിഞ്ഞാൽ ഗമറ്റോജെനിസിസ്, വീണ്ടും ഫെർട്ടിലൈസേഷൻ. ഇങ്ങനെ സൈക്ലിക് ആയിട്ട് നടക്കുന്ന ഈ ഒരു സ്റ്റെപ്പുകളാണ് ഇവിടെ വരുന്നത്, നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഒരുപാട് എക്സാമുകൾക്ക് ഇത് ഫ്ലോ ചാർട്ട് ആയിട്ട് ചോദിക്കാറുണ്ട്, ഇതിന്റെ കറക്റ്റ് ഓർഡർ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി ഇതിന്റെ ഇടയിൽ വേറെ കുറച്ച് സ്റ്റെപ്പുകൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് പറയുമ്പോൾ പറയാം. പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ ഈ സ്റ്റെപ്പുകൾ പഠിക്കണം. ഓക്കെ, ഏതൊക്കെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, ബ്ലാസ്റ്റുലേഷൻ, ഗ്യാസ്ട്രുലേഷൻ, ഓർഗനോജെനിസിസ്, ഹാച്ചിങ് ഓർ ബെർത്ത്, മെറ്റമോർഫോസിസ്, അതുപോലെ തന്നെ ഗമറ്റോജെനിസിസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇതിന് ഓരോന്നായിട്ട് പഠിക്കുകയാണ്. ദെൻ വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ഓക്കെ, ദെൻ അതുപോലെ തന്നെ വാട്ട് ഈസ് ക്ലീവേജ്? ഇതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ചിത്രമാണ്, നമുക്കതിനെ പറയാം. ദെൻ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഫെർട്ടിലൈസേഷൻ.
ഓക്കെ, ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? എന്താ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീമെയിൽസിൽ നിന്ന് വരുന്ന എഗ്ഗും അതുപോലെ തന്നെ മെയിൽസിൽ നിന്നുള്ള സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണെന്ത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്ന. ഓക്കെ ആണല്ലോ. ഇതൊന്നുകൂടെ നല്ലപോലെ മോഡിഫൈ ചെയ്ത് പറഞ്ഞാൽ, ഓക്കെ, വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്രോന്യൂക്ലിയസ്. മെയിലും അതുപോലെ തന്നെ ഫീമെയിലും ഇവരുടെ പ്രോ ന്യൂക്ലിയസുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. അപ്പൊ എന്താ പ്രോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? എന്താ പ്രോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? പ്രോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാല് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂക്ലിയസുകളെ നമ്മൾ പറയുന്ന പേരാണ് പ്രോ ന്യൂക്ലിയസ് എന്ന് പറയും. ഓക്കെ, സാധാരണ നമ്മൾ ഹ്യൂമൻ ബീയിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മളൊരു സെല്ലിന്റെ ഉള്ളിൽ 46 ക്രോമസോം ആണ്, അല്ലെങ്കിൽ 23 പെയർ ക്രോമസോം ആണ്, ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം ആണ്. ഇതിന് അതേ സമയത്ത് നമ്മൾ സ്പേമിലോട്ട് വരികയാണെങ്കിൽ, ഓക്കെ, സ്പേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പേമിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ? 23 ക്രോമസോം ആണെങ്കിൽ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം ആണ്. അതുകൊണ്ട് സ്പേം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ഇനി ഫീമെയിൽസിന്റെ കേസിൽ വരുമ്പോൾ ഫീമെയിൽസിലും അതുപോലെ തന്നെ 23 ക്രോമസോം ആണുള്ളത്. അപ്പൊ ഫീമെയിൽസിൽ തന്നെ എന്താണ്? ഒരു പ്രോ ന്യൂക്ലിയസ് ആണ്. അപ്പൊ മെയിലും ഒരു പ്രോ ന്യൂക്ലിയസ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ സ്പേമും ഒരു പ്രോ ന്യൂക്ലിയസ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ എഗ്ഗും എന്താണ്? ഒരു പ്രോ ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഈ രണ്ട് പ്രോ ന്യൂക്ലിയസുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഓക്കെ, ഈ ഫെർട്ടിലൈസേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് എന്താ? ഓക്കെ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ ഇറ്റ് ഗീവ്സ് ദ ജീനോം ആൻഡ് ഇൻസ്ട്രക്ട്. ഓക്കെ, ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിലൂടെയാണ് അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആവശ്യമായ ജീനോം എന്ന് പറഞ്ഞാൽ എന്താ? DNA പോലെയുള്ള സാധനങ്ങളും അതുപോലെ തന്നെ എങ്ങനെ ജീവിക്കണം, ഓക്കെ, ഏത് ജീനാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, ഇതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നത് ബൈ ദിസ് ഫെർട്ടിലൈസേഷൻ. ഏത് പ്രോസസ്സ് വഴിയാണ്? ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് വഴിയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്രോ ന്യൂക്ലിയസ്. ഓക്കെ, മെയിലും അതുപോലെ തന്നെ ഫീമെയിലും പ്രോ ന്യൂക്ലിയസുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസിന്റെ പേരാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് ഗീവ്സ് ദ ജീനോം ആൻഡ് ഇൻസ്ട്രക്ട്. ഓക്കെ, ഇത് എന്ത് നൽകുന്നുണ്ട്? ഇതിനാവശ്യമായ ജീനോമും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷനും കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണ് ടോപ്പിക്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് പറയാം. അടുത്ത സ്റ്റെപ്പാണ് എന്ത്? ക്ലീവേജ്. ഓക്കെ, എന്താണ് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ? ക്ലീവേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലെ? ക്ലീവേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാറുള്ളത്? നമ്മളെ സെല്ലുകളെ അല്ലെ, നമ്മളെ സെല്ലുകളെ ഇങ്ങനെ ക്ലീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലീവേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആര് ചോദ്യം ചോദിക്കട്ടെ, ഇത് നമുക്ക് സെൽ ഡിവിഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ക്ലീവേജും സെൽ ഡിവിഷനും സെയിം ആണോ? എന്താ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാല്? സെല്ലുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സ്പേമും നമ്മളെ ഓവും പാടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്തു അല്ലെ? ഈ സൈഗോട്ടിൽ നടക്കുന്ന ഡിവിഷനെ നമുക്ക് സെൽ ഡിവിഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റില്ല. കാരണം സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വാട്ട് ഈസ് സെൽ ഡിവിഷൻ? സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു സെല്ലാന്ന് വിചാരിക്കാം. ഈ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സെല്ലുകളായിട്ട് മാറുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സോ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ട് സെല്ലുകൾ തമ്മിൽ സെപ്പറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിലോട്ട് വരുമ്പോൾ നോക്കിക്കേ, ഇതാണ് നമ്മൾ സൈഗോട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സൈഗോട്ട്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് സൈഗോട്ട്. ഓക്കെ, ഈ സൈഗോട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന നോക്കിക്കേ. സൈഗോട്ട് ഒരിക്കലും സെപ്പറേറ്റ് ആവുന്നില്ല. സൈഗോട്ടിനെ ക്ലീവേജ് സംഭവിക്കുന്ന സമയത്ത് അവർ ജസ്റ്റ് ഒരു ക്ലീവേജ് മാത്രമാണ്, അല്ലാതെ അവരൊരിക്കലും സെപ്പറേറ്റ് ആവുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു സെപ്പറേഷനാ വരുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ രണ്ട് സെപ്പറേഷൻ, ഇവരുടെ സെപ്പറേഷനേ വരുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് 2 celled സ്റ്റേജ്. ഓക്കെ, ഇത് നമ്മൾ 2 celled സ്റ്റേജ് എന്ന് പറയും. ഓക്കെ, ദെൻ ഇത് നമ്മൾ പറയുന്ന പേരാണ് 4 celled സ്റ്റേജ് എന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ പറയുന്ന പേരാണ് 8 celled സ്റ്റേജ് എന്ന് പറയും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അതെന്താണ്? 16 celled സ്റ്റേജ് ആണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലീവേജിന്റെ സമയത്ത് നമ്മളെ സെല്ലുകൾ എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും സെപ്പറേറ്റ് ആവുന്നില്ല. ഓക്കെ, ക്ലീവേജിന്റെ സമയത്ത് നമ്മളെ സെല്ലുകൾ എന്ത് ചെയ്യുന്നില്ല? സെപ്പറേറ്റ് ആവുന്നില്ല. പിന്നെ ക്ലീവേജിന്റെ സമയത്ത് സെല്ലുകൾ എപ്പോഴും ഫ്യൂസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ടാണ് നമ്മൾ അതിൽ എന്തെന്ന് പറയുന്നത്? സെൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നില്ല, പകരം എന്തെന്ന് പറയുന്നത്? ക്ലീവേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ക്ലീവേജിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, എന്താണ് ക്ലീവേജിന്റെ ഇമ്പോർട്ടൻസ്? ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റാപ്പിഡ് മൈറ്റോട്ടിക് ഡിവിഷൻ.
ഓക്കെ, അത് വളരെ റാപ്പിഡ് ആയിട്ട് നടക്കുന്ന ഡിവിഷനാണ്. സാധാരണ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ, ഓക്കെ, എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ മാക്സിമം വേണ്ട സമയം 24 മണിക്കൂറാണ്. 24 മണിക്കൂറാണ്, 24 hours ആണ് എടുക്കുക. അതേ സമയത്ത് നമ്മുടെ ഒരു സൈഗോട്ട് ഒരു 2 സെല്ലിഡ് സ്റ്റേജ് ആവാൻ വെറും 10 മണിക്കൂർ മതി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, അപ്പൊ ഡിവിഷൻ പെട്ടെന്നാണ് നടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്തെന്ന് പറയുന്നത്, ഇറ്റ് ഇസ് എ റാപ്പിഡ് മൈറ്റോട്ട് ഡിവിഷൻ. എത്ര മണിക്കൂർ എടുക്കുന്നത്? വെറും 10 മണിക്കൂറാണ് അതിന്റെ സമയം എടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നോക്കിക്കേ. സാധാരണ നമ്മളൊരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ കുറെ സ്റ്റേജുകൾ ഉണ്ട് അല്ലെ. സാധാരണ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റേജാ നമുക്കറിയാലോ. സാധാരണ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. സാധാരണ ഒരു സെല്ല് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു സെല്ല് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ആ സെല്ലിന് കുറച്ച് സ്റ്റേജുകൾ ഉണ്ട്. നമ്മൾ സെൽ സൈക്കിൾ പഠിച്ചതാണ് അല്ലെ. അവർക്ക് ആദ്യം G1 സ്റ്റേജ് ഉണ്ട് അല്ലെ, പിന്നെ S സ്റ്റേജ് ഉണ്ട്, പിന്നെ G2 സ്റ്റേജ് ഉണ്ട്, പിന്നെ M സ്റ്റേജ് ഉണ്ട്. ഓക്കെ, ഇതിനൊക്കെ വേണ്ട സമയമാണെന്ത് നമ്മൾ പറയുന്നത് 24 hours. ഓക്കെ, ഇതിനൊക്കെ വേണ്ട സമയമാണെന്ത് 24 hours എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അതേ സമയത്ത് നമ്മുടെ സൈഗോട്ട് ഡിവൈഡ് ചെയ്യണ സമയത്ത് സൈഗോട്ടിന് ഈ പറയുന്ന ഫുൾ സ്റ്റേജ് ഇല്ല. സൈഗോട്ടിന് ഫുൾ സ്റ്റേജ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സൈഗോട്ട് പോകുന്ന സ്റ്റേജുകൾ ഏതൊക്കെയാ? സൈഗോട്ടിനാകെ രണ്ട് സ്റ്റേജേ ഉള്ളൂ. ഓക്കെ, സൈഗോട്ടിനാകെ 2 സ്റ്റേജേ ഉള്ളൂ. ഒന്ന് S എന്ന് പറയുന്ന സ്റ്റേജും അതുപോലെ തന്നെ M എന്ന് പറയുന്ന സ്റ്റേജും. അവർക്കാകെ S ഫേസും M ഫേസും മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാ ഞാൻ പറയുന്നത്? എന്താ പറഞ്ഞേ? സാധാരണ സെല്ലുകൾക്ക് 4 സ്റ്റേജ് ഉണ്ട്. ഓക്കെ, സാധാരണ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് 4 സ്റ്റേജുകൾ അല്ലെങ്കിൽ 4 ഫേസുകൾ ഉണ്ട്. ഓക്കെ, ഏതൊക്കെ ഫേസുകളാ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാ? G1 ഫേസ് ഉണ്ട്, S ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്, M ഫേസ് ഉണ്ട്. ഓക്കെ, ഈ 4 ഫേസും പാടെ കഴിയുമ്പോഴാണ് 24 മണിക്കൂർ എടുക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു സൈഗോട്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ വെറും 10 മണിക്കൂർ മതി. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് സ്റ്റേജുകളില്ല? ഈ പറയുന്ന G1 G2 സ്റ്റേജുകളില്ല. അവർക്ക് ആകെ ഏത് സ്റ്റേജേ ഉള്ളൂ? എസും അതുപോലെ തന്നെ M ഫേസേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എന്തെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? റാപ്പിഡ് ആയിട്ട് നടക്കുന്ന ഒരു ഡിവിഷനാണ്. ഓക്കെ, റാപ്പിഡ് ആയിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന ഡിവിഷനാണ് എന്ത്? ഈ പറയുന്ന നമ്മുടെ ക്ലീവേജ് എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോ നമ്മളൊരു സ്പേം ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. സപ്പോസ് ഇതൊരു സ്പേമാന്ന് വിചാരിക്കാം. ഈ സ്പേം ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഒറ്റ മിനിറ്റ്. ഓക്കെ, ഇത് സ്പേം ആണ്. ഈ സ്പേം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഓവുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സൈഗോട്ട് ഫോം ചെയ്യുന്നു അല്ലെ. ഇതാണ് സൈഗോട്ട്. ദെൻ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഗോട്ട് പിന്നെ 2 സെല്ലിഡ് സ്റ്റേജ് ആകുന്നു അല്ലെ. 2 സെല്ലിഡ് സ്റ്റേജ് പിന്നെ നമുക്കറിയാലോ 4 സെല്ലിഡ് സ്റ്റേജ് ആകുന്നു. ദെൻ 4 സെല്ലിഡ് സ്റ്റേജ് പിന്നെ 8 സെല്ലിഡ് സ്റ്റേജ് ആകുന്നു. 8 സെല്ലിഡ് സ്റ്റേജ് പിന്നെ എന്ത് ചെയ്യുന്നു? 16 സെല്ലിഡ് സ്റ്റേജ് ആകുന്നു അല്ലെ. 16 സെല്ലിഡ് സ്റ്റേജ് പിന്നെ 32 സെല്ലിഡ് സ്റ്റേജ് ആകുന്നു. 32 സെല്ലിഡ് സ്റ്റേജ് ആകുന്നു. ഓക്കെ, 64 ആകുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് റാപ്പിഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഏതുവരെ എന്നറിയോ? നമ്മുടെ സൈഗോട്ട് മുതൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. നമ്മുടെ സൈഗോട്ട് മുതൽ ഇതാണ് സൈഗോട്ട് എന്ന് പറയുന്നത് അല്ലെ. സൈഗോട്ട് മുതൽ ഏകദേശം 16 സെല്ലിഡ് സ്റ്റേജ് വരെ, സൈഗോട്ട് മുതൽ 16 സെല്ലിഡ് സ്റ്റേജ് വരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റാപ്പിഡ് ഡിവിഷൻ നടക്കുന്നത്. ഓക്കെ, സൈഗോട്ട് മുതൽ 16 സെല്ലിഡ് സ്റ്റേജ് വരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റാപ്പിഡ് ഡിവിഷൻ നടക്കുന്നത്. 16 സെല്ലിഡ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഡിവിഷൻ പതുക്കെ നടക്കുള്ളൂ. കാരണം 16 സെല്ലിഡ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ G1 സ്റ്റേജും G2 സ്റ്റേജും മെല്ലെ ഇവരുടെ ഡിവിഷനിൽ കടന്നു വരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? എന്താ പറഞ്ഞേ? സൈഗോട്ട് മുതൽ 16 സെല്ലിഡ് സ്റ്റേജ് വരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന 10 മണിക്കൂർ 10 hours എന്ന് പറയുന്ന സാധനം വരുന്നത്. 10 hours വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഓക്കെ, ഈ 16 സെല്ലിഡ് സ്റ്റേജ് കഴിഞ്ഞ് 16 സെല്ലിഡ് സ്റ്റേജ് കഴിഞ്ഞ് 32 സെല്ലിഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന സെൽ ഡിവിഷന്റെ ടൈമിംഗ് കൂടാൻ തുടങ്ങും. എന്ന് വെച്ചാൽ എന്താണ്? സെൽ ഡിവിഷൻ പിന്നെ 24 hourലോട്ട് വരും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ പറയുന്ന സ്പേമും ഓവും പാടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുമല്ലോ. ഓക്കെ, സൈഗോട്ട് ഫോം ചെയ്തിട്ട് ഈ സൈഗോട്ട് 2 സെല്ലിഡ് സ്റ്റേജ് ആവണല്ലോ. ഓക്കെ, ഈ 2 സെല്ലിഡ് സ്റ്റേജ് ആവാനും വേണ്ടിയിട്ട് ഒരുപാട് പ്രോസസ് എവിടെ നടക്കണം? ഈ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കണം. ഓക്കെ, ഈ പറയുന്ന സൈഗോട്ട് 2 സെല്ലിഡ് സ്റ്റേജ് ആവണ സമയത്ത് നോക്കിക്കേ, ഈ പറയുന്ന സ്പേമിന്റെ ഉള്ളിൽ ആരുടെ DNA ഉള്ളത്? നമ്മുടെ അച്ഛന്റെ DNA ഉണ്ട്. ഓക്കെ, ഈ ഓവത്തിനുള്ളിൽ ആരുടെ DNA ഉള്ളത്? അമ്മയുടെ DNA ഉണ്ട്. ഈ അച്ഛന്റെ DNAയും അതുപോലെ തന്നെ അമ്മയുടെ DNA എവിടെ വരുന്നത്? സൈഗോട്ടിലോട്ട് വരുന്നത്. ഓക്കെ, നോക്കിക്കേ, ഈ അതേ സമയത്ത് ഈ അമ്മയുടെ DNA ഉള്ളിൽ
ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ മദറിന്റെ എന്താ പറയാ ഈ പറയുന്ന മദറിന്റെ ഓവത്തിനുള്ളിൽ ഒരുപാട് എന്തുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. നിങ്ങൾ മനസ്സിലാക്കുക, ഈ അമ്മയിൽ നിന്ന് വരുന്ന ഈ പ്രോട്ടീൻസും അമ്മയിൽ നിന്ന് വരുന്ന ഈ ജീന്റെ പ്രൊഡക്റ്റും വെച്ചിട്ടാണ് ഈ പറയുന്ന 16 സെല്ലുഡ് സ്റ്റേജ് വരെ ഈ ഡിവിഷൻ നടക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞേ നമ്മുടെ സൈഗോട്ട് മുതലേ 16 സെല്ലുഡ് സ്റ്റേജ് വരെ, ഓക്കെ, സൈഗോട്ട് മുതൽ 16 സെല്ലുഡ് സ്റ്റേജ് വരെ ഡിവിഷൻ നടക്കുന്നത് നമ്മുടെ മെറ്റേണൽ പ്രോട്ടീൻസും അതുപോലെ തന്നെ mRNAകളും വെച്ചിട്ടാണ്. അമ്മയുടെ DNA അമ്മയുടെ പ്രോട്ടീൻസും വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളുടെ ഈ പറയുന്ന സൈഗോട്ടിന്റെ ഡിവിഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ 16 സ്റ്റേജ് കഴിഞ്ഞ് 32 സെല്ലുഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ 30 സെല്ലുഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ഈ പറയുന്ന അമ്മയിൽ നിന്ന് കിട്ടിയ പ്രോട്ടീന്റെ അളവ് കുറയും. ആ സമയത്താണ് നമ്മൾ നമ്മുടെ സ്വന്തം പ്രോട്ടീൻസ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ എന്ത് സ്റ്റേജ് ഇല്ലാത്തത്, തുടക്കത്തിൽ G1 സ്റ്റേജും G2 സ്റ്റേജ് ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ എനിവേ ഈ പറയുന്ന ഫസ്റ്റ് സെല്ലുഡ് സ്റ്റേജ് അല്ലെങ്കിൽ സൈഗോട്ട് മുതൽ 16 സെല്ലുഡ് സ്റ്റേജ് വരെ പതുക്കെയാണ് ഡിവിഷൻ നടക്കുന്നത്. ഓക്കെ, സോ ആ സ്റ്റേജ് വരെ നമ്മൾ പറയുന്ന പേരാണ് ഈ ഒരു 16 സെല്ലുഡ് സ്റ്റേജ് വരെ. ഓക്കെ, ഈ 16 സെല്ലുഡ് സ്റ്റേജ് വരെയുള്ള ഇതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, മിഡ് ബ്ലാസ്റ്റുലാർ ട്രാൻസിഷൻ എന്ന് പറയും. ഓക്കെ, ആ സ്റ്റേജ് നമ്മൾ പറയുന്ന പേരാണെന്ത്, മിഡ് ബ്ലാസ്റ്റുലാർ ട്രാൻസിഷൻ. ഓക്കെ, 16 സെല്ലുഡ് സ്റ്റേജ് കഴിഞ്ഞാലാണ്, ഓക്കെ, ആ 16 സെല്ലുഡ് സ്റ്റേജ് നമ്മൾ മിഡ് ബ്ലാസ്റ്റുലാർ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. 16 സെല്ലുഡ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മുടെ സൈഗോട്ടിക് ജീനുകളും സൈഗോട്ടിക് ആർണകളും വെച്ച സൈഗോട്ടിക് DNA-കളും സൈഗോട്ടിക് പ്രോട്ടീൻസും വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ പറയുന്ന സെൽ ഡിവിഷൻ നടക്കുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, പതുക്കെ ഡിവിഷൻ നടക്കുന്നത് പറയാൻ കാരണം, സ്റ്റാർട്ടിങ്ങിൽ റാപ്പിഡ് ആയിട്ട് നടക്കാൻ കാരണം എന്താണ്, ഇങ്ങനെയുള്ളത് കൊണ്ടാണ്. പറയുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് കുറച്ച് നമ്മൾ ടേംസ് പഠിക്കാനുണ്ട്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മോറുല, ബ്ലാസ്റ്റുല, ബ്ലാസ്റ്റോമിയ, അതൊക്കെ എന്താണെന്ന് പറയാം. അത് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഇനിവേ എന്താണ് എന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ പറയുന്ന സെല്ലുകൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇതാണ് സൈഗോട്ട്. ഈ സൈഗോട്ട് എന്ത് ചെയ്യുന്നു, 2 സെല്ലുഡ് സ്റ്റേജ് ആകുന്നു. ഓക്കെ, ഈ 2 സെല്ലുഡ് എന്ത് ചെയ്യുന്നു, 4 സെല്ലുഡ് സ്റ്റേജ് ആകുന്നു. ഈ 4 സെൽ എന്ത് ചെയ്യുന്നു, 8 സെല്ലുഡ് സ്റ്റേജ് ആകുന്നു. അത് പിന്നെ എന്ത് ചെയ്യുന്നു, 16 സെല്ലുഡ് സ്റ്റേജ് ആകുന്നു. ഇവരിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പറയുന്ന ടേമുകൾ മനസ്സിലാക്കണേ. ഇപ്പൊ ഇത് സൈഗോട്ട് 2 സെല്ലുഡ് സ്റ്റേജ് ആവുന്ന സമയത്ത് ഓക്കെ ഉണ്ടാകുന്ന ഈ ഓരോ സെല്ലുകൾ ഉണ്ടല്ലോ, ഇവിടെ 2 സെല്ലുകൾ ഉണ്ട് അല്ലെ. ഓക്കെ, ഇതിലെ ഓരോ സെല്ലിനെയും നമ്മളൊരു പേര് പറയും. ഈ സെല്ലിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ബ്ലാസ്റ്റോമിയർ എന്ന് പറയും. ഓക്കെ, ആ സെല്ലിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ബ്ലാസ്റ്റോമിയർ. ഓക്കെ, ഞാനിവിടെ എഴുതി വെക്കാവേ. ഓക്കെ, ഈ ഓരോ സെല്ലിനെയും നമ്മൾ പറയുന്ന പേരാണെന്ത്, ബ്ലാസ്റ്റോമിയർ. ഓക്കെ, എന്ന് മനസ്സിലാക്കുക, ഇതൊരു ബ്ലാസ്റ്റോമിയർ ആണ്. ഓക്കെ, ഇനി ഈ 2 സെല്ല് 4 സെല്ലാണ് സമയത്ത് 4 ബ്ലാസ്റ്റോമിയർ ഫോം ചെയ്യും. ഓക്കെ, ഈ 4 സെല്ല് 8 സെല്ലാകുമ്പോൾ 8 ബ്ലാസ്റ്റോമിയർ ഫോം ചെയ്യും. ഓക്കെ, ഈ 8 സെല്ല് 16 സെല്ലാകുമ്പോൾ എന്ത് ചെയ്യും, 16 ബ്ലാസ്റ്റോമിയർ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഈ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓരോ പുതിയ സെല്ലുകളെയും നമ്മൾ പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയർ എന്ന് പറയും. ഓക്കെ, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലാസ്റ്റോമിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ 16 സെല്ലുടെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാ ബ്ലാസ്റ്റോമിയറിന്റെ സൈസും ഒരുപോലെ ആവണമെന്നില്ല. ചില ബ്ലാസ്റ്റോമിയർ തുടക്കത്തിലൊക്കെ ബ്ലാസ്റ്റോമിയറിന്റെ സൈസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. സ്റ്റാർട്ടിങ്ങിലൊക്കെ ബ്ലാസ്റ്റോമിയറുടെ സൈസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചില ബ്ലാസ്റ്റോമേഴ്സ് വലിയ ബ്ലാസ്റ്റോമേഴ്സ് ഉണ്ടാവും, ചില ബ്ലാസ്റ്റോമേഴ്സ് കുഞ്ഞു ബ്ലാസ്റ്റോമേഴ്സ് ആയിരിക്കും. ഓക്കെ, ചില ബ്ലാസ്റ്റോമേഴ്സ് മീഡിയം സൈസുള്ള ബ്ലാസ്റ്റോമേഴ്സ് ആയിരിക്കും. വലിയ ബ്ലാസ്റ്റോമേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മാക്രോ ബ്ലാസ്റ്റോമിയർ എന്ന് പറയും. ഓക്കെ, മീഡിയം സൈസിലുള്ള ബ്ലാസ്റ്റോമേഴ്സിന് എന്ത് പറയും, മീസോ ബ്ലാസ്റ്റോമിയർ എന്ന് പറയും. ഓക്കെ, ഏറ്റവും കുറവ് സൈസുള്ള ബ്ലാസ്റ്റോമേഴ്സിന് എന്ത് പറയും, മൈക്രോ ബ്ലാസ്റ്റോമേഴ്സ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ബ്ലാസ്റ്റോമിയർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ അതാണ് നമ്മളോട് ബ്ലാസ്റ്റോമിയർ എന്ന് പറയുന്നത്. ബ്ലാസ്റ്റോമിയർ 3 ടൈപ്പായിട്ട് കാണാം. ഏതൊക്കെയായിട്ട് കാണുന്നത്, മൈക്രോ ബ്ലാസ്റ്റോമിയർ കാണാം, മീസോ ബ്ലാസ്റ്റോമിയർ കാണാം, അതുപോലെ തന്നെ മാക്രോ ബ്ലാസ്റ്റോമേഴ്സ് കാണാം. ഓക്കെ, ഏതൊക്കെയാണ് കാണുന്നത് പറഞ്ഞാൽ, മൈക്രോ ബ്ലാസ്റ്റോമേഴ്സ് കാണാം, മീസോ ബ്ലാസ്റ്റോമേഴ്സ് കാണാം, അതുപോലെ തന്നെ മാക്രോ ബ്ലാസ്റ്റോമേഴ്സ് കാണാം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്ലാസ്റ്റോമിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഡിവൈഡ് ചെയ്യുന്ന സമയത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ സെല്ലുകളെയും നമ്മൾ പറയുന്ന പേരാണെന്ത്, ബ്ലാസ്റ്റോമിയർ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താണ് മോറുല, അതുപോലെ തന്നെ എന്താണ് ബ്ലാസ്റ്റുല, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 8 മുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, 8 മുതൽ 16 സെല്ലുടെ സ്റ്റേജ് വരെ ഈ സെല്ലിൽ കാണുന്ന ഈ 2 ഉണ്ടല്ലോ, നോക്കിക്കേ, ഇത് ഒരുപാട് ഇത് 8 ബ്ലാസ്റ്റോമേഴ്സിന്റെ ഒരു ഗ്രൂപ്പാ അല്ലെ, ഇതോ 16 ബ്ലാസ്റ്റോമേഴ്സിന്റെ ഗ്രൂപ്പാ. ഈ 2 കാണാൻ ഏകദേശം മൾബറി ഫ്രൂട്ടിന്റെ പോലെയാണ്. ഓക്കെ, എന്നാണ് സയന്റിസ്റ്റുമാർ പറയുന്നത്. ഇനിവേ ഈ മൾബറി ഫ്രൂട്ടിനെ പോലെ കാണുന്ന ഈ 8 to 16 സെല്ലുടെ സ്റ്റേജ് വരെ, ഓക്കെ, 8നെയും 16 സെല്ലുടെ സ്റ്റേജിനെയും നമ്മൾ പറയുന്ന പേരാണ്, ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് മോറുല. ഓക്കെ, നോക്കിക്കേ, 8 സെല്ലുടെ സ്റ്റേജ്, ഇതൊരു മോറുലക്ക് എക്സാമ്പിളാ, ഇതൊരു മോറുലയാണ്. ഓക്കെ, ഈ 16 സെല്ലുടെ സ്റ്റേജ് എന്താണ്, അതും തന്നെ ഒരു മോറുലയാണ്. അപ്പൊ മോറുല എന്ന് പറഞ്ഞാൽ എന്താ,
8 to 16 സെല്ലുലോയിഡ് സ്റ്റേജ് വരെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോറുല എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇങ്ങനെ അവരിങ്ങനെ ഡിവൈഡ് ചെയ്ത് മാക്സിമം ഡിവൈഡ് ചെയ്ത് അവസാനം ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സെല്ലുകൾ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാവും അല്ലെ, സ്ലൈഡിൽ കാണുന്നുണ്ടാവും. ഒരു ഫുട്ബോൾ പോലെ ഒരുപാട് സെല്ലുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഈ ഡിവിഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസാനത്തെ ഈ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലാസ്റ്റുല എന്ന് പറയും. ഓക്കെ, ഈ സ്റ്റെപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലാസ്റ്റുല എന്ന് പറയും. സോ വാട്ട് ഈസ് ബ്ലാസ്റ്റുല? ഇറ്റ് ഈസ് എ ബോൾ ലൈക്ക് സ്ട്രക്ചർ. ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചർ ആകുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബ്ലാസ്റ്റുല എന്ന് പറയും. ഇങ്ങനെ ബ്ലാസ്റ്റുല ഫോം ചെയ്യുന്ന, ഇങ്ങനെ ക്ലീവേജിലൂടെ ബ്ലാസ്റ്റുല ഫോം ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ്. ഇങ്ങനെ ക്ലീവേജിലൂടെ ഈ പറയുന്ന ബ്ലാസ്റ്റുല ഫോം ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമ്മളൊരു പേര് പറയും. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലാസ്റ്റുലേഷൻ എന്ന് പറയും. And that process is called blastulation. Okay, ഈ പ്രോസസ് നമ്മൾ പറയുന്ന പേരാണ് blastulation. What is blastulation? It is a formation of blastula. It is a process of formation of blastula. Then how? എങ്ങനെ blastulation നടക്കുന്നത്? By cleavage. ഓക്കെ, ക്ലീവേജ് നടന്നാൽ ഉണ്ടാകുന്ന ഔട്ട്കം അല്ലെങ്കിൽ ക്ലീവേജ് നടന്നാൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്? ഈ പറയുന്ന ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബ്ലാസ്റ്റുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്താ പറഞ്ഞത്? ഓക്കെ, നമ്മുടെ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ റാപ്പിഡ് ആയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ റാപ്പിഡ് ആയിട്ട് നടക്കാൻ കാരണം അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ക്ലീവേജ് ദ ക്ലീവേജ് ആർ കൺട്രോൾഡ് ബൈ മെറ്റേണൽ പ്രോട്ടീൻസ്. അമ്മയുടെ പ്രോട്ടീൻസ് ആണ് ഇത് ഇനീഷ്യൽ ക്ലീവേജ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ് ടു 16 സെല്ലുലോയിഡ് സ്റ്റേജ്. After the 16 സെല്ലുലോയിഡ് സ്റ്റേജ് the cell division or the cleavage controlled by നമ്മുടെ സ്വന്തം ജീനോം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രോട്ടീൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ആ 16 സെല്ലുലോയിഡ് സ്റ്റേജിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മിഡ് ബ്ലാസ്റ്റുലർ ട്രാൻസിഷൻ എന്ന് പറയും. കാരണം അവിടെയാണ് എന്ത് ചെയ്യുന്നത്? മെറ്റേണൽ നിന്ന് സൈഗോട്ടിക് ജീനിലോട്ട് എന്ത് ചെയ്യുന്നത്? ട്രാൻസിഷൻ നടക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് മിഡ് ബ്ലാസ്റ്റുലർ ട്രാൻസിഷൻ? ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ ഫ്രം മെറ്റേണൽ ജീൻ ഇൻ ടു സൈഗോട്ടിക് ജീൻ. ഓക്കെ, മെറ്റേണൽ ജീനിൽ നിന്ന് സൈഗോട്ടിക് ജീനിലേക്കുള്ള ട്രാൻസിഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മിഡ് ബ്ലാസ്റ്റുലർ ട്രാൻസിഷൻ എന്ന് പറയും. ആ ഒരു സ്റ്റേജിൽ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മിഡ് ബ്ലാസ്റ്റുലർ ട്രാൻസിഷൻ. ഓക്കെ ആണല്ലോ. സോ എന്തൊക്കെയാണ് മിഡ് ബ്ലാസ്റ്റുലർ ട്രാൻസിഷന്റെ സമയത്ത് നടക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് മിഡ് ബ്ലാസ്റ്റുലർ ട്രാൻസിഷൻ സമയത്ത് നടക്കുന്നത്? ഓക്കെ, മിഡ് ബ്ലാസ്റ്റുലർ ട്രാൻസിഷൻ സമയത്ത് നടക്കുന്നത് സ്ലോ ഡൗൺ റാപ്പിഡ് സെൽ ഡിവിഷൻ. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഈ പറയുന്ന സെൽ ഡിവിഷൻ എന്ത് ചെയ്യും? സ്ലോ ആയിട്ട് നടക്കും. ഓക്കെ, വളരെ റാപ്പിഡ് ആയിട്ട് നടക്കും. വളരെ പെട്ടെന്ന് നടന്നിരുന്ന 10 ഹവർ കൊണ്ട് ഡിവൈഡ് ചെയ്തത് വീണ്ടും മെല്ലെ 24 ഹവറിലോട്ട് പോകും. ഓക്കെ, അപ്പൊ മിഡ് ബ്ലാസ്റ്റുലർ ട്രാൻസിഷൻ കഴിഞ്ഞാൽ ഓക്കെ, മിഡ് ബ്ലാസ്റ്റുലർ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ 16 സെല്ലുലോയിഡ് സ്റ്റേജിൽ നടക്കുന്ന പ്രോസസ് ആണ്. ആ പ്രോസസ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇത് മെല്ലെ സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ? ഗ്ലോബൽ ആക്ടിവേഷൻ ഓഫ് സൈഗോട്ടിക് ജീൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ്ങിൽ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ആരാ? മെറ്റേണൽ ജീനുകളാണ് അല്ലെ, അമ്മയിൽ നിന്ന് കിട്ടിയ ജീനുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. മിഡ് ബ്ലാസ്റ്റുലർ ട്രാൻസിഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ സൈഗോട്ടിക് ജീനാണ് ആക്റ്റീവ് ആവുന്നത്. ഇതാണ് രണ്ടാമതായിട്ട് നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ദെൻ മൂന്നാമതായിട്ട് എന്താ? പ്രിപ്പയർ ദ എംബ്രിയോ ഫോർ ഡിഫറൻസിയേഷൻ ആൻഡ് ഫർദർ. ഓക്കെ, ദെൻ അവിടെ മുതലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എംബ്രിയോയുടെ ഡിഫറൻസിയേഷൻ പറഞ്ഞാല് നമ്മുടെ കുഞ്ഞു എവിടേക്ക് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫറൻസിയേഷൻ പറഞ്ഞാൽ സെല്ലുകളൊക്കെ സ്പെസിഫിക് ഓർഗൻസ് ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഡിഫറൻസിയേഷൻ. അതൊക്കെ തുടങ്ങുന്ന എവിടെയാണ്? ഈ പറയുന്ന മിഡ് ബ്ലാസ്റ്റുലർ ട്രാൻസിഷന്റെ സമയത്താണ്. ഇതിന് ശേഷമാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ 3 കാര്യങ്ങൾ നടക്കുന്നത്. സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്താൽ മതി. സെൽ ഡിവിഷൻ എന്ത് ചെയ്യും? സ്ലോ ആയിട്ട് നടക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഗ്ലോബൽ ആക്ടിവേഷൻ ഓഫ് സൈഗോട്ടിക് ജീനുകൾ എന്ത് ചെയ്യും? ഗ്ലോബലി ആക്ടിവേറ്റ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ പ്രിപ്പയർ ദ എംബ്രിയോ ഫോർ ഡിഫറൻസിയേഷൻ ആൻഡ് ഫർദർ. ഓക്കെ, നമ്മുടെ എംബ്രിയോ എന്ത് ചെയ്യും? ഡിഫറൻസിയേഷനും വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും? നിൽക്കും. ഓക്കെ ആണല്ലോ. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം, ഡെവലപ്മെന്റിൽ എന്താണ് മെയിൻ ആയിട്ട് ക്ലീവേജ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്? ഓക്കെ, ക്ലീവേജ് നടക്കുമ്പോഴുള്ള മെയിൻ സാധനം എന്താണ്? ഓക്കെ, ഡ്യൂറിങ് ക്ലീവേജ് ഇറ്റ് എൻഷുർ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസ്മിക് ഫാക്ടേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്താണ് ഞാൻ പറയുന്നത്? നോക്കിക്കേ, ഇപ്പൊ ഇതാണ് നമ്മുടെ സൈഗോട്ട് എന്ന് വിചാരിച്ചു. സപ്പോസ് ഇതാണ് സൈഗോട്ട്.
ഓക്കെ ആണല്ലോ. നേരത്തെ പറഞ്ഞ സൈഗോട്ട് എന്ത് ചെയ്യുന്നു, 2 സെല്ലിഡ് സ്റ്റേജ് ആകുന്നു അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ സൈഗോട്ട് എന്ത് ചെയ്യുന്നു, 2 സെല്ലിഡ് സ്റ്റേജ് ആകുന്നു. ഓക്കെ, ഈ 2 സെൽ എന്ത് ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, 4 സെൽ ആകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സെൽ എന്ത് ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞാൽ 4 സെൽ ആകുന്നു. ഓക്കെ, അങ്ങനെ 4 സെൽ ആയി. ഓക്കെ, ആ സമയത്തൊക്കെ നോക്കിക്കേ, ആ സമയത്ത് ഇപ്പൊ നോക്കിയപ്പോൾ സൈഗോട്ടിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. നമുക്കറിയാലോ സൈഗോട്ടിൽ ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ ഉണ്ടാവും, ഈ പറയുന്ന സൈഗോട്ടിൽ ഉണ്ടാവും. 2 സെൽ ആണ് സമയത്ത് ചിലപ്പം ആ ഫാക്ടേഴ്സ് ഒക്കെ 2 സെല്ലിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. 4 സെൽ ആവുന്ന സമയത്തോ ഇതേപോലെ തന്നെ ഫാക്ടേഴ്സ് ചിലപ്പം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാം, അറിയത്തില്ല, ചിലപ്പോൾ ചെയ്യപ്പെടാം. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങൾ ആലോചിക്കുക, ഇത് ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെല്ലുകളാണ് സമയത്ത്, ഇത് ഡിവൈഡ് ചെയ്ത് ഇഷ്ടം വലിയ സെൽ എന്താ പറയാ ഒരുപാട് സെല്ലുകളാവുന്ന സമയത്ത്, ഇങ്ങനെ ഒരുപാട് സെല്ലുകൾ ഞാൻ എഴുതുന്നുണ്ട്, ഒരുപാട് സെല്ലുകളാവുന്ന സമയത്ത് ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാ സെല്ലുകളിലേക്കും നോക്കിക്കേ, എല്ലാ ഫാക്ടേഴ്സും എല്ലാ സെല്ലുകളിലേക്ക് എത്തണമെന്നില്ല. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യാം, ഇവിടെ എ എന്ന് പറയുന്ന ഫാക്ടർ ചിലപ്പം നോക്കിക്കേ എല്ലാ സെല്ലുകളിലേക്ക് എത്തണമെന്നില്ല, ചില സെല്ലുകളിലേക്ക് മാത്രമാവും. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ ബി എന്ന് പറയുന്ന ഫാക്ടർ, എന്ത് ചെയ്യും, ചില സെല്ലുകളിലേക്കൊക്കെ റാൻഡം ആയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ബി എന്ന് പറയുന്ന ഫാക്ടർ ചില സെല്ലുകൾക്ക് റാൻഡം ആയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അതേ സമയത്തേക്ക് സി എന്ന് പറയുന്ന ഫാക്ടർ ഒക്കെ ചില സെല്ലുകളിലേക്കൊക്കെ ഇങ്ങനെ റാൻഡം ആയിട്ട് പോയിട്ടുണ്ടാവും. ഇങ്ങനെ പല ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, പല സെല്ലുകളിലേക്ക് ഡിഫറൻഷ്യലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, പല ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, ഈ പറയുന്ന ഓരോ സെല്ലുകളിലേക്കും ഈക്വലി പോകുന്നതിന് പകരം, ഓക്കെ, ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാ സെല്ലുകളിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, ഇവർ പല സെല്ലുകളിലേക്ക് റാൻഡം ആയിട്ട് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇങ്ങനെ റാൻഡം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാ എന്താ പറയുന്നത്, ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസ്മിക് ഫാക്ടേഴ്സ്. ഓക്കെ, അതുകൊണ്ടുള്ള മെച്ചെന്താ, അതുകൊണ്ടുള്ള ഉപകാരം എന്താ, അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. എല്ലാ സെല്ലുകളിലേക്കും ഒരുപോലെ ഫാക്ടേഴ്സ് പോയി കഴിഞ്ഞാൽ എല്ലാ സെല്ലുകളും ഒരേപോലെ ആവൂലേ, അപ്പൊ എല്ലാ ഓർഗൻസും ഒരേപോലെ ആവൂലേ. നമുക്ക് അങ്ങനെയല്ലല്ലോ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗൻസ് അല്ലേ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ വേണം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ വേണമെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് അതിൽ വേണം. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് എൻഷുർ ചെയ്യുന്നത് ഏത് പ്രോസസ് വഴിയാണ്, ഈ പറയുന്ന ക്ലീവേജ് എന്ന് പറയുന്ന പ്രോസസ് വഴിയാണ്. ഓക്കെ, സോ ക്ലീവേജ് എൻഷുർ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസ്മിക് ഫാക്ടേഴ്സ്. ഓക്കെ, ക്ലീവേജ് എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസ്മിക് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്. ക്ലീവേജ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇത് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയും. ഗ്യാസ്ട്രുലേഷൻ എന്താണ്? ഗ്യാസ്ട്രുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഗ്യാസ്ട്രുലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കിക്കോ, ഇപ്പൊ നമ്മുടെ സ്റ്റെപ്പ് എന്താ, ഫസ്റ്റ് നമ്മൾ എന്ത് കഴിഞ്ഞു, ഫസ്റ്റ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ക്ലീവേജ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ആഫ്റ്റർ ക്ലീവേജ് ഇറ്റ് എൻഷുർ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസ്മിക് ഫാക്ടേഴ്സ്. ഓക്കെ, അത് കാരണം എന്ത് ചെയ്യും, ഈ പറയുന്ന സൈറ്റോപ്ലാസ്മിക് ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, ഡിഫറൻഷ്യലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഞാൻ ഒരു സെൽ ഡിവിഷൻ കഴിഞ്ഞ ഒരു സെല്ല് വരക്കാവേ. ഇപ്പൊ നോക്കാം, ഇത് എന്താ പറയാ, നമ്മൾ ബ്ലാസ്റ്റുല സ്റ്റേജ് ആണ്. ഓക്കെ, ബ്ലാസ്റ്റുലേഷൻ കഴിഞ്ഞു, അപ്പൊ അത് കാരണം എന്ത് ചെയ്യുന്നു, ഒരുപാട് സെല്ലുകൾ ഉണ്ടാവുന്നു. ഇപ്പൊ നോക്കിക്കേ, ഒരുപാട് സെല്ലുകൾ ഉണ്ടാവുന്നു, ഇഷ്ടം പോലെ സെല്ലുകൾ ഉണ്ടാവുന്നു. ഓക്കെ, ഇനിയിപ്പോ സപ്പോസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ സപ്പോസ് എന്താ പറയാ, ഫാക്ടേഴ്സ് ഒക്കെ ഡിഫറൻഷ്യലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെയാന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ എന്താ പറയാ, കുറച്ച് ഫാക്ടേഴ്സ് ഇവിടെ ഇങ്ങനെ ഈ സെല്ലുകളിൽ മാത്രം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, അടുത്ത് നോക്കിക്കേ, വേറെ സെല്ലുകൾ ഇപ്പൊ നോക്കിക്കേ, ഇവിടെ കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ ഇങ്ങനെ സ്റ്റാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ നോക്കിക്കേ, ഇവിടെ കുറച്ച് ഫാക്ടേഴ്സ്, ഓക്കെ, ഇവിടെ കുറച്ച് ഫാക്ടേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പല സെല്ലുകളിലേക്കും അണീക്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഫാക്ടേഴ്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലീവേജിന് ശേഷം നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് കാണുന്നത്, ഈ പറയുന്ന ബ്ലാസ്റ്റുല കാണുന്നത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ബ്ലാസ്റ്റുല. ഓക്കെ, ബ്ലാസ്റ്റുലയിൽ എല്ലാ സെല്ലിലും ഒരുപോലെയുള്ള ഫാക്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഈ രീതിയിൽ ഡിഫറൻഷ്യലി നമ്മൾ ഫാക്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെയാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഒരുപോലെ അറേഞ്ച് ചെയ്ത ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരേ ഫാക്ടേഴ്സ് കാണുന്ന സെല്ലുകൾ എന്ത് ചെയ്യുന്നു, ഒരേ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ ചെയ്യുന്നത് നോക്കിക്കേ, എന്താ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്, അടുത്ത സ്റ്റെപ്പില് ഓക്കെ ഒരേ ഫാക്ടേഴ്സ് കാണുന്നത്. ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഞാൻ ആദ്യം റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്ത സെല്ലുകളൊക്കെ ഉണ്ട് അല്ലെ, ഇത് ഒരേ ഫാക്ടേഴ്സ് ഉള്ള സെല്ലുകളാണ്. ഓക്കെ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്തേക്ക് അറേഞ്ച് ചെയ്യും, ഒരേ സ്ഥലത്തേക്ക്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ ഇങ്ങനെ റെഡ് കളറിൽ മാർക്ക് ചെയ്ത സെല്ലുകളൊക്കെ ഈ ഭാഗത്തേക്ക് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ദെൻ എന്ന് വെച്ചാൽ ഈ സെല്ലുകളൊക്കെ ഒരേ ഭാഗത്തേക്ക് മൂവ് ചെയ്തിട്ടാണ് അവർ അറേഞ്ച് ചെയ്യുന്നത്.
ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്ത സെല്ലുകൾ നോക്കിക്കേ, ഞാൻ ഇവിടെ ബ്ലൂ കളറിൽ എന്താ വർക്ക് ചെയ്ത ഈ സെല്ലുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഒരേ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ നോക്കിക്കേ അടുത്ത സെല്ലുകൾ ഓക്കെ, അടുത്ത സെല്ലുകൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഞാൻ നേരത്തെ സ്റ്റാറോട് മാർക്ക് ചെയ്ത സെല്ലുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഒരേ ഭാഗത്തേക്കായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഒരേപോലെ ഫാക്ടേഴ്സ് കിട്ടിയ സെല്ലുകളൊക്കെ ഒരേ ഭാഗത്തോട്ട് മൂവ് ചെയ്യുന്നു. Okay, and that movement is called gastrulation. ആ മൂവ്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് gastrulation. What is gastrulation? It is a movement of cells. Okay, സെല്ലുകൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അങ്ങനെ സെല്ലുകൾ മൂവ് ചെയ്യുമ്പോൾ ഓക്കെ, നമ്മൾ സെല്ലുകൾ 3 ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ, നിങ്ങൾ കാണുന്നുണ്ടാവും, ചിത്രത്തിൽ കാണുന്നുണ്ടാവും, സെല്ലുകൾ 3 ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇതേപോലെ ഒരേ ഫാക്ടേഴ്സ് കിട്ടിയ ഈ ലെയറിനെ നമുക്ക് വേണമെങ്കിൽ എക്ടോഡേം എന്ന് പറയാം. And this layer is called ectoderm. Okay, ഈ ലെയറിന് നമ്മൾ പറയുന്ന പേരാണത് ectoderm എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞാൽ നോക്കിക്കേ ഈ മിഡിൽ ലെയർ ഉണ്ട്. ഓക്കെ, ദിസ് മിഡിൽ ലെയർ is called mesoderm. ഓക്കെ, ഈ മിഡിൽ കാണുന്ന ലെയറിനെ നമ്മൾ പറയുന്ന പേരാണത് mesoderm എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഏറ്റവും ഉള്ളിൽ വേറെ ലെയർ കാണാം. ഓക്കെ, ഏറ്റവും ഉള്ളിൽ കാണുന്ന ലെയറിനെ നമ്മൾ പറയുന്ന പേരാണത് എൻഡോഡേം എന്ന് പറയും. എൻഡോഡേം ഇങ്ങനെ 3 ലെയർ ആയിട്ട് കാണപ്പെടാം. ഏതൊക്കെ ലെയർ ആയിട്ട് കാണപ്പെടുന്നത്? എക്ടോഡേം ആയിട്ട് കാണാം, മീസോഡേം ആയിട്ട് കാണാം, എൻഡോഡേം ആയിട്ട് കാണാം. ഏതൊക്കെയാ? എക്ടോഡേം ആയിട്ട് കാണാം, മീസോഡേം ആയിട്ട് കാണാം, എൻഡോഡേം ആയിട്ട് കാണാം. ഓക്കെ, ഈ 3 ലെയറുകളെ നമ്മൾ കൂട്ടിങ്ങാണ്ട് ഒരു പേര് പറയാറുണ്ടല്ലോ. ഈ 3 ലെയറുകൾ നമ്മൾ കൂട്ടി വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമറി ജേം ലേയേഴ്സ് എന്ന് പറയും. ഓക്കെ, ഈ 3 ലെയറുകളെ നമ്മൾ കൂട്ടി വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമറി ജേം ലേയേഴ്സ്. ഓക്കെ, സോ വാട്ട് ഈസ് gastrulation? Gastrulation, it is a movement of cells. ഓക്കെ, സെല്ലുകൾ മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് gastrulation. ഓക്കെ, സെല്ലുകൾ മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് gastrulation കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി ജേം ലേയേഴ്സ് കിട്ടും. ഓക്കെ ആണല്ലോ. സോ gastrulation, it is a movement of cells for the formation of primary germ layers. ഓക്കെ, പ്രൈമറി ജേം ലേയേഴ്സ് ഫോം ചെയ്യാൻ ആവശ്യമായ സെല്ലുകളുടെ മൂവ്മെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് gastrulation എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഈ സെല്ലിന്റെ മൂവ്മെന്റ് ഉണ്ടല്ലോ. ഓക്കെ, ആ സെല്ലിന്റെ മൂവ്മെന്റിനെ നമ്മളൊരു പേര് പറയും. ആൻഡ് ദാറ്റ് മൂവ്മെന്റ് ഇസ് കോൾഡ് മോർഫോജനറ്റിക് മൂവ്മെന്റ് ഓർ ഗാസ്ട്രുലേറ്ററി മൂവ്മെന്റ്. ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മുടെ സെല്ലുകളെ മൂവ് ചെയ്യുന്ന ആ മെക്കാനിസം, സെല്ലുകൾ മൂവ് ചെയ്യുന്ന ആ കംപ്ലീറ്റ് പ്രോസസ്സിനെ gastrulation എന്ന് പറയും. ഓക്കെ, നമ്മുടെ സെല്ലുകളെ മൂവ് ചെയ്യുന്ന കംപ്ലീറ്റ് പ്രോസസ്സിന് നമ്മൾ gastrulation എന്ന് പറയും. ഓക്കെ, ഇനി ആ ഓരോ സെല്ലുകളുടെയും ഇൻഡിവിജ്വൽ മൂവ്മെന്റിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? മോർഫോജനറ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ gastrulatory മൂവ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി പ്രസന്റ് ഇൻ ആനിമൽസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മെയിൻ ആയിട്ട് കാണുന്ന എവിടെയാണ്? അനിമൽസിലെ കാണുന്നത്. പ്ലാന്റ്സിന്റെ ഡെവലപ്മെന്റിൽ ഒരിക്കലും gastrulation എന്ന് പറയുന്ന സ്റ്റെപ്പ് കാണപ്പെട്ടതില്ല. ഓക്കെ, gastrulation എന്ന് പറയുന്ന സ്റ്റെപ്പ് മെയിൻ ആയിട്ട് കാണുന്ന എവിടെയാണ്? നമ്മുടെ അനിമൽസിലാണ്. ഓക്കെ, അപ്പൊ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സിൽ എന്തുണ്ട്? ഈ പറയുന്ന മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ല. ഓക്കെ, പിന്നെ പ്ലാന്റ്സിൽ നടക്കുന്ന ചില മൂവ്മെന്റുകൾ ഉണ്ട്. എന്താണ്? പോളൻ ഗ്രെയിൻസ് മൂവ് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് മൂവ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള മൂവ്മെന്റ് അല്ല. ഓക്കെ, ഈ പറയുന്ന എന്താ പറയാ, നമ്മുടെ ഈ ക്ലീവേജിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സെല്ലുകളുടെ ഡെവലപ്മെന്റ് ഭാഗമായിട്ടുള്ള മൂവ്മെന്റ് അല്ല. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് മൂവ്മെന്റും പോളൻ ഗ്രെയിൻ മൂവ്മെന്റും അത് നടക്കുന്നത്. പക്ഷെ പ്ലാന്റ്സിൽ നോർമലി എന്ത് ചെയ്യുന്നില്ല? ഈ പറഞ്ഞ gastrulatory മൂവ്മെന്റ് കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഫംഗസിൽ നമുക്ക് മൂവ്മെന്റ് കാണാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ. ദെൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അനിമൽസിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ gastrulatory മൂവ്മെന്റ് നിൽക്കും. ഓക്കെ, പക്ഷെ എന്നാലും നമ്മളെ ചില സെല്ലുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വീണ്ടും മൂവ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിൽ RBC മൂവ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂൺ സെൽസുകൾ, അതുപോലെ തന്നെ ഗമീറ്റിക് സെൽസുകൾ, ഓക്കെ, അതുപോലെ തന്നെ ക്യാൻസർ സെല്ലുകൾ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? മൂവ്മെന്റ് നടക്കാറുണ്ട്. പക്ഷെ എനിവേ gastrulatory മൂവ്മെന്റിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും മൂവ് ചെയ്യും ഫോർ ദ ഫോർമേഷൻ ഓഫ് പ്രൈമറി ജേം ലേയേഴ്സ്. ഓക്കെ ആണല്ലോ. ഈ മൂവ്മെന്റ് നടക്കുമ്പോഴാ നമുക്ക് പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, എക്ടോഡേമെന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മീസോഡേമെന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എൻഡോഡേമെന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? പ്രധാനപ്പെട്ട മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത്. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് gastrulation. ആ പ്രോസസ് നമ്മൾ പറയുന്നവരാണ് gastrulation. അതുകൊണ്ടാണ് gastrulation എന്ന് പറയുന്നത്. gastrulation is what makes animal. ഓക്കെ, gastrulation ആണ് എന്ത് ചെയ്യുന്നത്? ഒരു അനിമൽസിനെ ഒരു അനിമൽ ആക്കി മാറ്റുന്നത്, പ്രധാനപ്പെട്ട ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ gastrulatory മൂവ്മെന്റിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്താണ് നമ്മൾ ഓർഗൻ ഡെവലപ്മെന്റിലും പ്രോബ്ലം വരുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് gastrulation. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണെന്ന് gastrulation എന്ന് പറയും. മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മളിപ്പോ ആദ്യം ഫെർട്ടിലൈസേഷൻ പറഞ്ഞു, ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ക്ലീവേജ് പറഞ്ഞു, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ gastrulation പറഞ്ഞു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്
ഓർഗനോജെനസിസ് എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പാണ് എന്ത്? ഓർഗനോജെനസിസ്. ഓക്കെ, ഓർഗനോജെനസിസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 3 ലെയർ ആയിട്ട് മാറി അല്ലെ? എക്ടോഡേം, എൻഡോഡേം, മീസോഡേം, അല്ലെങ്കിൽ എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. ഔട്ടർ ലെയറിന്റെ പേരാണ് എക്ടോഡേം, മിഡിൽ ലെയറിന്റെ പേരാണ് മീസോഡേം, ഇന്നർ ലെയറിന്റെ പേരാണ് എൻഡോഡേം. ഇനി ഈ ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കും എക്ടോഡേമിന് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്, മീസോഡേമിന് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്, എൻഡോഡേമിന് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഓർഗനോജെനസിസ്. ഓക്കെ, ദെൻ ആ പ്രോസസ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഗനോജെനസിസ് എന്ന് പറയുന്ന ആ പ്രോസസിന്റെ പേരാണ് ഓർഗനോജെനസിസ്. ഇപ്പൊ നോക്കിക്കേ, നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ എക്ടോഡേമിന്റെ കേസിലേക്ക് വരുമ്പോൾ എക്ടോഡേമിന്റെ കേസിലേക്ക് വരുമ്പോൾ ഈ എക്ടോഡേമിൽ മെയിൻ ആയിട്ട് എക്ടോഡേമിന് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒന്ന് ഔട്ടർ സർഫസ് ആണ്. ഔട്ടർ സർഫസ് ആണ് നമ്മുടെ സ്കിന്ന്. ഓക്കെ, നമ്മൾ എപ്പിഡേമൽ സെൽസ് ഓഫ് സ്കിൻ, നമ്മൾ സ്കിന്നൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന അവിടുന്നാണ്. ദെൻ അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അതുപോലെ തന്നെ ന്യൂറൽ ക്രസ്റ്റ്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് ഈ മെയിൻ ആയിട്ട് എക്ടോഡേമിന് ഫോം ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഔട്ടർ സർഫസ് നമ്മളെ സ്കിന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ന്യൂറോണ്, ബ്രെയിന്, പിഗ്മെന്റഡ് സെല്ല്. ഓക്കെ, ഇവരൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്ടോഡേമിന് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻസ്. ഓക്കെ, ഇത് അടുത്താണ് മീസോഡേമിന് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻസ്. മീസോഡേമിന് ഡെവലപ്പ് ചെയ്യുന്ന ആരാണ്? നോട്ടോകോഡ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ബോൺ ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കിഡ്നി ട്യൂബ്യൂൾസ് ഫോം ചെയ്യാം. ദെൻ അതുപോലെ തന്നെ RBC റെഡ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഫേഷ്യൽ മസിൽസ് ഫോം ചെയ്യും. കുറെ ഓർഗൻസ് ഉണ്ട് അല്ലേ? ഇങ്ങനെയുള്ള ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എവിടുന്നാണ്? നമ്മളെ മീസോഡേമിൽ നിന്നാണ്. ഓക്കെ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എവിടുന്ന? മീസോഡേമിൽ നിന്നാണ്. ദെൻ അത് കഴിഞ്ഞാൽ അടുത്തതാണ് എന്ത്? എൻഡോഡേം. എൻഡോഡേം ഡെവലപ്പ് ചെയ്യുന്ന ആരൊക്കെ നോക്കിക്കേ? എൻഡോഡേം ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മളെ സ്റ്റൊമക് സെൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, തൈറോയിഡ് സെൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ലങ് സെൽസ് അല്ലെങ്കിൽ ആൽവിയോളാർ സെൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന എവിടുന്നാണ്? നമ്മൾ പറയുന്നത് എൻഡോഡേമിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ എക്ടോഡേമിൽ ഏതൊക്കെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, മീസോഡേമിൽ ഏതൊക്കെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, എൻഡോഡേമിൽ ഏതൊക്കെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇത് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്പോമും അതുപോലെ തന്നെ ഓവും, സ്പോമും ഓവും ഡെവലപ്പ് ചെയ്യുന്നത് എവിടുന്നല്ല? ഈ പറയുന്ന 3 പ്രൈമറി ജേം ലേയേഴ്സ് എന്നല്ല. ഓക്കെ, നമ്മുടെ ഗാസ്ട്രുലേഷന്റെ മുന്നേ കുറച്ച് സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? കുറച്ച് സെല്ലുകളെ എക്ടോഡേമോ, മീസോഡേമോ, എൻഡോഡേമോ ആവാതെ എക്സെപ്ഷണൽ ആയിട്ട് മൂവ്മെന്റ് നടക്കാതെ കുറച്ച് സെല്ലുകൾ മാത്രം വേറൊരു സ്ഥലത്ത് അഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സെല്ലുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? സ്പേമും ഓവും ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ അവരെ പ്രോജനേറ്റർ സെല്ലുകൾ എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ പറയാം. ഇനിവേ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്പേമും ഈ പറയുന്ന ഓവും ഡെവലപ്പ് ചെയ്യുന്നത് എക്ടോഡേമിന്നോ, മീസോഡേമിന്നോ, എൻഡോഡേമിന്നോ അല്ല. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ ഓർഗനോജെനസിസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, ഇതാണ് ഓർഗനോജെനസിസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇത് വളരെ സിമ്പിൾ ആണ്. ഓരോന്നും ഏതൊക്കെ ഓർഗൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഏതൊക്കെ ഓർഗൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഹാച്ചിങ് അല്ലെങ്കിൽ ബെർത്ത് എന്ന് പറയും. ഓക്കെ, ഹാച്ചിങ് അല്ലെങ്കിൽ ബെർത്ത്. ഓക്കെ, ഒരു കുട്ടി ജനിക്കുക. ഓക്കെ, ആ ജനിക്കുന്നതിന് നമ്മൾ ഹാച്ചിങ് അല്ലെങ്കിൽ മുട്ടയെന്ന് വരാണെങ്കിൽ ഹാച്ചിങ് എന്ന് പറയും, പ്രസവിക്കുക. എനിവേ ഈ ഹാച്ചിങ് അല്ലെങ്കിൽ ബെർത്ത് എന്ന് പറയുന്നത് 3 രീതിയിൽ വരാറുണ്ട്, 3 ടൈപ്പ് ആയിട്ട് വരാറുണ്ട്. ഹാച്ചിങ് അല്ലെങ്കിൽ ബെർത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ഓക്കെ, ഒന്നാണ് OV പാരസൈറ്റ് വരാറുണ്ട്, അതുപോലെ തന്നെ VV പാരസൈറ്റ് വരാറുണ്ട്, OVV പാരസൈറ്റ് വരാറുണ്ട്. ഓക്കെ, എന്താണ് VV പാരസ്, OV പാരസ്, OVV പാരസ്? സിമ്പിൾ അല്ലേ? എന്താണ് OV പാരസ് പറഞ്ഞാൽ? എന്താണ്? എഗ് ലേയിങ് ആയിട്ട് വരുന്ന ആൾക്കാർ. ഓക്കെ, എഗ് ഇട്ടിട്ട് വരുന്ന ആൾക്കാരാണ് OV പാരസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചിക്ക് അങ്ങനെയുള്ള ജീവികളൊക്കെ, ബേർഡ്സ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്നേക്ക്, ഇവരൊക്കെ എന്താണ്? OV പാരസ് ആണ് അല്ലെ? അതേ സമയത്ത് പ്രസവിക്കുന്ന ആൾക്കാരെ, നമ്മളെ പോലെയുള്ള ആൾക്കാർ, നമ്മൾ ഹ്യൂമൻസ് ഒക്കെ പ്രസവിക്കുന്ന ആൾക്കാരാണ് അല്ലെ? നമ്മൾ പറയുന്ന പേരാണ് VV പാരസ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ എന്താണ്? VV പാരസ് ആണ്. ഓക്കെ, ഇനി OVV പാരസ് ഉണ്ട്. OVV പാരസ് പറഞ്ഞാല് ചില ജീവികൾ എന്ത് ചെയ്യും? ഉള്ളില് കുട്ടികളെ എഗ്ഗായിട്ട് ഉള്ളില് വെക്കും. ഓക്കെ ആണല്ലോ. ആ എഗ്ഗ് പിന്നെ ഷെല്ല് പൊളിച്ചിട്ട് അത് പുറത്തേക്ക് എന്ത് ചെയ്യും? പുറത്തേക്ക് പ്രസവിക്കുന്ന പോലെ ഇറങ്ങും. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടോ? എന്താ പറഞ്ഞേ? ഉള്ളില് അവര് എന്ത് ചെയ്യുന്നു? ഒറ്റടിക്ക് എഗ്ഗിനെ പുറത്തേക്ക് വിടുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? എഗ്ഗിനെ അവരെ ശരീരത്തിനുള്ളിൽ വെക്കുന്നു. നമ്മളൊരു കുട്ടിയെ പ്രസവിക്കുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? ഇതേപോലെ തന്നെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? എഗ്ഗ് വെക്കുന്നു. എന്നിട്ട് എഗ്ഗ് പൊട്ടിച്ചിട്ട് പ്രസവിക്കുന്ന പോലെ പുറത്തേക്ക് പോരുന്നു. ഓക്കെ, ഇങ്ങനെ ചില ജീവികൾ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനത്തെ ജീവികൾ നമ്മൾ എന്തെന്ന് പറയുന്നത്? OVV പാരസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ എഗ്സ് ഡെവലപ്പ് ഇൻസൈഡ് ദ മദർ. ഓക്കെ, സാധാരണ എഗ്ഗ് എവിടെ ഡെവലപ്പ് ചെയ്യാറുള്ളത്? എഗ്ഗ് എക്സ്റ്റേണൽ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യാറുള്ളത് അല്ലെ? നമ്മൾ ചിക്കൊക്കെ ചെയ്യുന്ന കാര്യം എന്താ? OV പാരസ് ആയിട്ടുള്ള ഓർഗാൻസ് ഒക്കെ ചെയ്യുന്ന കാര്യം എന്താ? എഗ്ഗ് എന്ത് ചെയ്യും? പുറത്ത് ഡെവലപ്പ് ചെയ്യാൻ വിടും.
അല്ലെ? പക്ഷെ ഇവർ ചെയ്യുന്ന കാര്യം എന്താ? ഇൻസൈഡ്, മദറിന്റെ ഇൻസൈഡിൽ എന്ത് ചെയ്യുന്നു? വിടുന്നുണ്ട്. ഓക്കെ, ദെൻ ബട്ട് ദർ ഈസ് നോ പ്ലാസന്റ. പക്ഷെ അവർക്ക് പ്ലാസന്റ ഒന്നും ഉണ്ടാവില്ല. യങ് ഹാച്ച് ഇൻസൈഡ് ആൻഡ് ആർ ബോൺ ലൈവ്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? ഉള്ളിൽ അങ്ങനെ ജീവിച്ചുകൊണ്ട് അവസാനം എന്താ പറയുക, ഈ മുട്ട പൊളിച്ചിട്ട് പുറത്തേക്ക് വരിക ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ ജീവികൾ നമ്മൾ ഓവിപാരസ്. പിന്നെ ഓവിപാരസ് വിവിപാരസ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ ആണല്ലോ. ദെൻ ഇതിന് എക്സാമ്പിൾസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. എന്തൊക്കെ എക്സാമ്പിൾ ആണ് വരുന്നത്? ഓവിപാരസിന് എക്സാമ്പിൾ ആണ് ബേർഡ്സ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ഫിഷ്, ഇൻസെക്ട്. ഒരുപാട് ജീവികളുണ്ട്. നമുക്ക് ഇട്ട എക്സാമ്പിൾ കുറച്ചെണ്ണം കൊടുത്താണ്. ദെൻ അതുപോലെ തന്നെ വിവിപാരസിന് എക്സാമ്പിൾ ആണ് മോസ്റ്റ് ഓഫ് ദി മാമൽസ്. ഓക്കെ, എക്സെപ്റ്റ്, എല്ലാ മാമൽസും അല്ല, എക്സെപ്റ്റ് മോണോട്രീംസ് എന്ന് പറയുന്ന മാമലുണ്ട്. മോണോട്രീംസ് എന്ന് പറയുന്ന മാമലുണ്ട്. വേറെയും കുറച്ച് മാമൽസ് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അധിക മാമൽസും, മോസ്റ്റ് ഓഫ് ദി മാമൽസും, നമ്മളടക്കമുള്ള മോസ്റ്റ് ഓഫ് ദി മാമൽസ് എന്താണ്? വിവിപാരസ് ആണ്. ഓക്കെ, ഇതേപോലെ ഓർണിത്തോറിംഗസ് എന്ന് പറയുന്ന ഒരു മാമൽ ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ കേൾക്കുന്ന ഒരു സാധനമാണ് ഓർണിത്തോറിംഗസ്. ഓർണിത്തോറിംഗസ് ഒരു ഓവിപാരസ് ആയ മാമലാണ്. ഓക്കെ, അപ്പൊ ഒരു എക്സാമിന് ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഓൾ ഓഫ് ദി മാമൽസ് ആർ, ഓക്കെ, ഓൾ മാമൽസ് ആർ എക്സ്ക്ലൂസീവ്ലി, ഓൾ മാമൽസ് ആർ എക്സ്ക്ലൂസീവ്ലി വിവിപാരസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, എല്ലാ മാമൽസും എന്തല്ല? വിവിപാരസ് അല്ല. ഓക്കെ, നമ്മളൊക്കെ വിവിപാരസ് ആണ്. ചില മാമൽസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ മോണോട്രീംസ്, അതുപോലെ തന്നെ ഓർണിത്തോറിംഗസ്, ഇങ്ങനെയുള്ള ജീവികളൊക്കെ എന്താണ്? നമ്മൾ പറയുന്ന ഓവിപാരസിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദി മാമൽസും ഈ പറയുന്ന വിവിപാരസ് കാണിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ സം ഷാർക്ക്, ചില ഷാർക്കുകളൊക്കെ, ഷാർക്ക് പല പല വിഭാഗക്കാരുണ്ട്. ചില ഷാർക്കുകളൊക്കെ എന്താണ്? ഈ പറയുന്ന വിവിപാരസ് ആണ്. എന്നാൽ ചില ഷാർക്കുകളോ ഓവിപാരസ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്. ഓവിപാരസിന് എക്സാമ്പിൾ ആണ് സം ഷാർക്ക് വരുന്നുണ്ട്, സ്നേക്ക് വരുന്നുണ്ട്. ഓക്കെ, സ്നേക്കിൽ ബോവ, അതുപോലെ തന്നെ വൈപ്പേഴ്സ്, അതുപോലെ തന്നെ സീ ഹോഴ്സസ്, ഇങ്ങനെയുള്ള സീ ഹോഴ്സസ് അല്ലെങ്കിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ജീവികളെ. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എക്സാമിന് പോകുന്ന ആ സമയത്തൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആരൊക്കെയാണ് ഓവിപാരസിൽ വരുന്നത്, വിവിപാരസിൽ വരുന്നത്, ഓവിപാരസിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് ഹാച്ചിങ് അല്ലെങ്കിൽ ബെർത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതാണ് ഹാച്ചിങ് അല്ലെങ്കിൽ ബെർത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ അടുത്ത ടോപ്പിക് ആണെന്ത്? മെറ്റമോർഫോസിസ്. ഓക്കെ, മെറ്റമോർഫോസിസ്. മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയാറുണ്ട് എല്ലാ ജീവികൾക്കും ഉണ്ടാകുന്ന പ്രോസസ് അല്ല, ചില ജീവികൾക്ക് ഉണ്ടാകുന്ന പ്രോസസിന്റെ പേരാണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, ഇത് ഏതാണ് ജീവി? ഓക്കെ, ഇത് ഏതാണ് ജീവി? ഇത് സ്റ്റാർ ഫിഷ് ആണ് അല്ലെ? ഓക്കെ, ഇത് സ്റ്റാർ ഫിഷിന്റെ കുഞ്ഞാണ്. ഓക്കെ, ഇത് സ്റ്റാർ ഫിഷ് ആണ്. ഇത് അഡൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റാർ ഫിഷ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് അഡൽട്ട് സ്റ്റാർ ഫിഷ്. ഓക്കെ, ഇത് നമ്മൾ എന്തെന്ന് പറയും? അഡൽട്ട് സ്റ്റാർ ഫിഷ് എന്ന് പറയും. ഇത് നമുക്ക് അഡൽട്ട് ആയിട്ടുള്ള സ്റ്റാർ ഫിഷ് എന്ന് പറയാം. ഓക്കെ, ഈ അഡൽട്ട് സ്റ്റാർ ഫിഷിന്റെ കുട്ടിയാണിത് അല്ലെ? ഈ അഡൽട്ട് സ്റ്റാർ ഫിഷിന്റെ കുട്ടിയെ നമ്മൾ പറയുന്ന പേരാണ് ലാർവ എന്ന് പറയും. ഓക്കെ, അഡൽട്ട് സ്റ്റാർ ഫിഷിന്റെ ഈ കുട്ടിയെ നമ്മൾ പറയുന്ന പേരാണ് ലാർവ. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ കുട്ടികളെ നമ്മൾ ലാർവ എന്ന് വിളിക്കുവോ? നമ്മുടെ കുട്ടിയെ നമ്മൾ ലാർവ എന്ന് വിളിക്കാൻ പറ്റുമോ? ഓക്കെ, അഡൽട്ട് സ്റ്റാർ ഫിഷിന്റെ കുട്ടിയെ നമ്മൾ ലാർവ എന്ന് വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ബട്ടർഫ്ലൈ ആണ്. ഓക്കെ, ബട്ടർഫ്ലൈന്റെ കുട്ടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പ്യൂപ്പ എന്നെല്ലാം പറയും അല്ലെ? ഈ ബട്ടർഫ്ലൈന്റെ ഇത് അഡൽട്ട് ബട്ടർഫ്ലൈ ആണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് അഡൽട്ട് ബട്ടർഫ്ലൈ. ഈ അഡൽട്ട് ബട്ടർഫ്ലൈന്റെ കുട്ടിയെ നമ്മൾ എന്തെന്ന് പറയും? ഇവരെ നമ്മൾ ലാർവ എന്ന് പറയാം. ഓക്കെ, പക്ഷെ നമ്മൾ ലാർവ എന്ന് വിളിക്കുന്നുണ്ടോ? നമ്മൾ ലാർവ എന്ന് വിളിക്കുന്നുണ്ടോ? നമ്മളെ കുട്ടി നമ്മൾ ലാർവ എന്ന് വിളിക്കൂല. ഓക്കെ, അപ്പൊ എന്താണ് ലാർവ എന്ന് പറഞ്ഞാൽ? ലാർവ എന്ന് പറഞ്ഞാൽ അവരുടെ അഡൽട്ടുമായിട്ട് സിമിലാരിറ്റി ഇല്ലാത്ത ജീവികളെ അല്ലെങ്കിൽ സിമിലാരിറ്റി ഇല്ലാത്ത അവരുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞപ്പോഴാണ് ലാർവ. ഇപ്പൊ നമ്മളെ കേസ് നോക്കിക്കേ. ഓക്കെ, നമ്മളെ കേസ് നോക്കിക്കേ. ഇപ്പൊ നമ്മളൊരു കുഞ്ഞു കുട്ടീനെ വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കേ, നമ്മൾ ഒരു കുഞ്ഞു കുട്ടീനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് തലയുണ്ടാവും, ഉടലുണ്ടാവും. ഓക്കെ, നമുക്ക് ഉടലുണ്ടാവും, അതുപോലെ തന്നെ കാലുണ്ടാവും, കൈ ഉണ്ടാവും, കണ്ണുണ്ടാവും, അതുപോലെ തന്നെ മൂക്കുണ്ടാവും, വായ ഉണ്ടാവും, മുടി ഉണ്ടാവും, ഓക്കെ, ചെവി ഉണ്ടാവും. ഇതൊക്കെ കുഞ്ഞു കുട്ടികളുണ്ടാവുമ്പോൾ ഉണ്ടാവുന്നില്ലേ? ഇത് കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ലേ? ഓക്കെ, ഇനി ഈ കുട്ടി വലുതായി കഴിഞ്ഞാലോ? ഈ കുട്ടി വലുതായി കഴിഞ്ഞാലോ? ഓക്കെ, ഇത് നമ്മളെ കുട്ടിയാണ്. വലുതായി കഴിഞ്ഞാലോ ഇവർക്ക് ഇതേപോലെ തന്നെ എന്തുണ്ടാവും? കണ്ണുണ്ടാവും, മൂക്കുന്നുണ്ടാവും, വായ ഉണ്ടാവും, അതുപോലെ തന്നെ ഉടലുണ്ടാവും, കാലുണ്ടാവും, കൈ ഉണ്ടാവും, ഓക്കെ, മുടി ഉണ്ടാവും, ചെവി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ, ചിലപ്പോ എക്സെപ്ഷണൽ കേസായിട്ട് ഓക്കെ വേണമെങ്കിൽ രസകരമായിട്ട് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഇവർക്കുന്നുണ്ടാവും ചിലപ്പോൾ കുറച്ച് മീശയൊക്കെ ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ കുട്ടികളെ കാണാനും മുതിർന്നവരെ കാണാനും ഒരേപോലെയാണ്. എന്നുവെച്ചാൽ എന്താ? നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് ഡെവലപ്മെന്റ്. എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞു കുട്ടികളെ ഉണ്ടാവുന്ന സമയത്തുള്ള ഓർഗൻസ് ആണ് വലുതാവലും ഡെവലപ്പ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഡെവലപ്മെന്റ്. പക്ഷെ നോക്കിക്കേ, ഈ സ്റ്റാർ ഫിഷിന്റെയും കുട്ടിയെ കാണാൻ ഡിഫറെന്റ് ആണ്, ഒരേപോലെയല്ല. ഓക്കെ, ഈ ബട്ടർഫ്ലൈയെയും അവരുടെ കുട്ടികളെയും കാണാൻ ഡിഫറെന്റ് ആണ്, ഒരേപോലെയല്ല. ഇങ്ങനെ ഒരേപോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പറയുന്ന ലാർവ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവർക്ക് നടക്കുന്ന ഡെവലപ്മെന്റ് എന്താ? ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണോ? അല്ല, ഇവർക്ക് നടക്കുന്ന ഡെവലപ്മെന്റ് എന്താ? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഇനിവേ ഈ പറയുന്ന ലാർവ ഇങ്ങനെ അഡൽട്ട് ആകുന്ന പ്രോസസ് ഉണ്ടല്ലോ,
ഈ പറയുന്ന ലാർവ ഇങ്ങനെ അഡൽട്ട് ആകുന്ന പ്രോസസ് ഉണ്ടല്ലോ, ഇങ്ങനെ ലാർവ അഡൽട്ട് ആകുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? മെറ്റമോർഫോസിസ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ലാർവ അഡൽട്ട് ആകുന്ന പ്രോസസ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എല്ലാവർക്കും നടക്കുന്നില്ല. നമുക്ക് മെറ്റമോർഫോസിസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ലാർവ നമ്മൾ വിളിക്കുന്നില്ല. കാരണം നമ്മുടെ കുട്ടികളെയും നമ്മുടെ അഡൽട്ടുകളെയും കാണാൻ സെയിം ആണ്. അപ്പൊ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് കാണിക്കുന്ന ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് കാണിക്കുന്ന ജീവികൾക്ക് ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേ? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് കാണിക്കുന്ന ജീവികൾക്ക് ഉണ്ടാകുന്ന പ്രോസസ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മെറ്റമോർഫോസിസ് പറയുമ്പോൾ നമ്മൾ 2 ടൈപ്പ് ലാർവകളെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മളെ സ്റ്റാർ ഫിഷ്. ഓക്കെ ആണല്ലോ, ഇതാണ് സ്റ്റാർ ഫിഷിന്റെ കുട്ടി അല്ലെങ്കിൽ സ്റ്റാർ ഫിഷിന്റെ ലാർവ. നോക്കിക്കേ, ഈ സ്റ്റാർ ഫിഷും അതുപോലെ തന്നെ ഈ ലാർവയും തമ്മിൽ നോക്കിക്കേ, ഈ സ്റ്റാർ ഫിഷും ലാർവയും നമ്മൾ പറയുമ്പോൾ സ്റ്റാർ ഫിഷ് എന്ന് പറയുന്നതിന്റെ സിമെട്രി നോക്കിക്കേ. സ്റ്റാർ ഫിഷ് പറഞ്ഞാൽ എന്താ? റേഡിയൽ സിമെട്രി കാണിക്കുന്നുണ്ട് അല്ലെ. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഏത് പ്ലെയിനിലൂടെ മുറിച്ചാലും നമുക്ക് ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റുന്ന ഒരു ജീവിയാണെന്ത്? സ്റ്റാർ ഫിഷ് എന്ന് പറയുന്നത്, അഡൽട്ട്. പക്ഷെ അവരുടെ കുട്ടികൾ നോക്കിക്കേ, അവരുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്ന ആൾക്കാരാണ്. അവരുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താ? ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇവരുടെ സിമെട്രിയും മോർഫോളജിയും ഡിഫറെന്റ് ആണ്. അഡൽട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ സിമെട്രിയും അതുപോലെ തന്നെ മോർഫോളജിയും ഡിഫറെന്റ് ആണ്. ഇങ്ങനെ അഡൽട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിമെട്രിയും മോർഫോളജിയും ഡിഫറെന്റ് ആകുമ്പോൾ അങ്ങനെയുള്ള ലാർവകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? പ്രൈമറി ലാർവ എന്ന് പറയും. അങ്ങനെയുള്ള ലാർവകളെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി ലാർവ എന്ന് പറയും. അതേ സമയത്ത് ഇവിടെ നോക്കിക്കേ, നമ്മൾ ബട്ടർഫ്ലൈ എടുക്കാം. ബട്ടർഫ്ലൈന്റെ സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? ബൈലാറ്ററൽ സിമെട്രിയാണ്. ബട്ടർഫ്ലൈന്റെ സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? ബൈലാറ്ററൽ സിമെട്രിയാണ്. അതേ സമയത്ത് ബട്ടർഫ്ലൈന്റെ കുട്ടിയുടെ സിമെട്രി നോക്കിക്കേ, അതും ബൈലാറ്ററൽ സിമെട്രിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അഡൽട്ടും ലാർവയും എന്ത് സിമെട്രിയാ? ബൈലാറ്ററൽ സിമെട്രിയ, സെയിം സിമെട്രിയാണ്. പക്ഷെ മോർഫോളജിക്കലി അവരെന്താണ്? ഡിഫറെന്റ് ആണ്. റൈറ്റ്. അപ്പൊ മോർഫോളജിക്കലി ഡിഫറെന്റ് ആണ്, സിമെട്രി സെയിം ആണ്. അങ്ങനെയാകുമ്പോ അവരെ പറയുന്ന പേരാണെന്ത്? സെക്കൻഡറി ലാർവ. അപ്പോ മോർഫോളജിക്കലി ഡിഫറെന്റ് ആണ്, സിമെട്രിക്കലി ഡിഫറെന്റ് ആകുമ്പോൾ അങ്ങനെയുള്ള ലാർവകളെ നമ്മൾ എന്തെന്ന് പറയും? പ്രൈമറി ലാർവ. Okay, so what is primary larva? These are the larva which are different from symmetrically and morphologically from the adult. Okay, what is secondary larva? These are the larva which are different from morphologically different ആകുമ്പോൾ അങ്ങനെയുള്ള ലാർവകളെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡറി ലാർവ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ലാർവകളെ അഡൽട്ട് ആകുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റമോർഫോസിസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് നമ്മളെ മെറ്റമോർഫോസിസ് എന്നുള്ള പ്രോസസ്സ് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഇസ് കോൾഡ് മെറ്റമോർഫോസിസ്. അതിനെ പറയുന്ന പേരാണ് മെറ്റമോർഫോസിസ്. ഓക്കെ, പ്രൈമറി ലാർവ ഏതാണ്, സെക്കൻഡറി ലാർവ ഏതാണ്, ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണ് ഗമറ്റോജെനിസിസ് എന്ന് പറയും അല്ലെ. അങ്ങനെ ഒരു കുട്ടി അഡൽട്ട് ആയി കഴിഞ്ഞാൽ അവസാനം അവർക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കിട്ടും. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കിട്ടി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്പേം ഒരു ഗമീറ്റ് ആണ്, ഓവം ഒരു ഗമീറ്റ് ആണ്. ഈ സ്പേമിനെയും ഓവത്തിനെയും തമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗമറ്റോജെനിസിസ് എന്ന് പറയും. സോ വാട്ട് ഈസ് ഗമറ്റോജെനിസിസ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. It is a process of formation of gametes. Gametes ഫോം ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിനെ, നമ്മൾ പറയുന്ന പേരാണ് ഗമറ്റോജെനിസിസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഗമറ്റോജെനിസിസ് മെയിൽസിലാണെങ്കിൽ നമ്മൾ അതിനെ oogenesis എന്ന് പറയും. കാരണം മെയിൽസിൽ ഉണ്ടാക്കുന്നത് ഓവമാണ്. മെയിൽസിന്റെ ഗമീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓവമാണ്. ഓക്കെ, ഫീമെയിൽസിന്റെ ഗമീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേം ആണ്. ഓക്കെ, മെയിൽസിന്റെ ഗമീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവമാണ്. ഫീമെയിൽസിന്റെ ഗമീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽസിന്റെ ഗമീറ്റ് ഓവമാണ്, ഫീമെയിൽസിന്റെ ഗമീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേം ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓവം ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ സാധാരണ ഓവം എന്ന് പറയുന്ന ഗമീറ്റ് ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സ് നമ്മൾ സാധാരണ പറയുന്ന പേരാണ് oogenesis എന്ന് പറയും. ദെൻ ആ പ്രോസസ് നമ്മൾ oogenesis എന്ന് പറയും. ദെൻ സ്പേം ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് spermatogenesis എന്ന് പറയും. ദെൻ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് spermatogenesis. ആൻഡ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് spermatogenesis. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് വരുന്നത്. ഓക്കെ, കുറച്ച് അധികം ഉണ്ട് എന്നറിയാം. ഓക്കെ, നിർത്തിയിട്ടോ വളരെ കൂളായിട്ട് എന്ത് ചെയ്യുക, തുടക്കം മുതൽ തന്നെ കേൾക്കുക. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് പറയാനുള്ളത്. നമ്മൾ ഇനി ഇത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പുകൾ നമുക്ക് പഠിക്കണം. അപ്പൊ അതിന് മുന്നേ ഈ സ്റ്റെപ്പുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് നോക്കിക്കേ. നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് ഓക്കെ, ഈ പറയുന്ന മേജർ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പറഞ്ഞു
സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു മേജർ സ്റ്റെപ്പുകൾ ഈ പറയുന്ന ഫെർട്ടിലൈസേഷൻ, നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്താന്ന് പഠിച്ചു, ദെൻ അതുപോലെ തന്നെ ക്ലീവേജ് എന്താന്ന് പഠിച്ചു, ദെൻ ബ്ലാസ്റ്റുലേഷൻ പറഞ്ഞാൽ എന്താ, ബ്ലാസ്റ്റുല ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നത് ബ്ലാസ്റ്റുലേഷൻ എന്ന് പറയുന്നു. ദെൻ ഗ്യാസ്കുലേഷൻ എന്താന്ന് പഠിച്ചു, ഓർഗനോജെനിസിസ് പഠിച്ചു, ഹാച്ചിങ് പഠിച്ചു, മെറ്റമോർഫോസിസ് പഠിച്ചു, ഗമറ്റോജെനിസിസ് പഠിച്ചു. ഓക്കെ ആണല്ലോ. സോ ഇത്രയും പ്രോസസ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. ഓക്കെ.